ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇനി വരുന്ന എപ്പിസോഡുകളിൽ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ തിരുനാളുകളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാതാവിൻ്റെ പ്രധാനപ്പെട്ട തിരുനാളുകൾ ഏതൊക്കെയാണെന്നും അതുമായി ബന്ധപ്പെട്ട ഭക്തകൃത്യങ്ങൾ ഏതൊക്കെയാണെന്നുമാണ് വരുന്ന എപ്പിസോഡുകളിലൂടെ നാം മനസ്സിലാക്കാൻ പോകുന്നത്. പിതാവായ ദൈവത്തിൻ്റെ പുത്രിയും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മണവാട്ടിയും ത്രിലോക രാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയം സർവോത്കൃഷ്ടമായ വണക്കത്തിനും സ്നേഹാദരങ്ങൾക്കും അർഹയാണ്. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായി മാതാവിൻ്റെ തിരുനാളുകൾ സാർവത്രിക സഭയിൽ ആഘോഷിച്ചു വരുന്നു. 5-ാം നൂറ്റാണ്ടിന് മുമ്പ് സഭയുടെ ആരാധനാക്രമത്തിൽ മാതാവിൻ്റെ തിരുനാളുകൾ കാണുന്നില്ലെങ്കിലും പിന്നീട് വന്ന നൂറ്റാണ്ടുകളിൽ വിവിധ തിരുനാളുകൾ ആരംഭിക്കുകയുണ്ടായി. മാതാവിൻ്റെ തിരുനാളുകളിൽ പലതും വളരെ ആഘോഷപൂർവ്വം ആചരിക്കുന്നവരാണ് കേരള ക്രൈസ്തവർ. ഓരോ തിരുനാളിൻ്റെയും അർത്ഥവും പ്രസക്തിയും വ്യാപ്തിയും മനസ്സിലാക്കിയിരിക്കുക എന്നത് യഥാർത്ഥ മര്യഭക്തിയുടെ അവശ്യ ഘടകമാണ്. മാതാവിൻ്റെ തിരുനാളുകളുടെ ആന്തരാർത്ഥം 2-ാം വത്തിക്കാൻ സൂനഹദോസിൻ്റെ പ്രബോധനത്തിൽ ഇപ്രകാരം കൊടുത്തിരിക്കുന്നു: ആരോഗ്യപ്രദവും പ്രമാദരഹിതവുമായ പ്രബോധനത്തിൻ്റെ പരിധിക്കുള്ളിൽ സ്ഥലകാല സാഹചര്യങ്ങളും വിശ്വാസികളുടെ വികാരഭേദങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ദൈവമാതാവിൻ്റെ ബഹുമാനാർത്ഥം നിരവധി ഭക്തിമുറകൾ തിരുസഭ അംഗീകരിച്ചിട്ടുണ്ട്. അവയുടെ എല്ലാം ലക്ഷ്യം മാതാവ് വണങ്ങപ്പെടുന്നതോടുകൂടി പുത്രൻ ശരിയായി അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കപ്പെടുകയും ചെയ്യുക എന്നതാണ്. AD 787 2-ാം നിഖ്യാ സൂനഹദോസ് തിരുസ്വരൂപങ്ങളുടെ സാധുത പ്രഖ്യാപിക്കുന്നു. ഈ തിരുസ്വരൂപങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴൊക്കെ അവയെ നോക്കുന്നവരെല്ലാം ആ സ്വരൂപങ്ങളുടെ പിന്നിലെ യഥാർത്ഥ വ്യക്തികളെ ഓർക്കുകയും അവയെ ചുംബിക്കുമ്പോൾ അവരോടുള്ള ബഹുമാനവും ആദരവും പ്രകടമാക്കുകയും ചെയ്യുന്നു. ഭക്തിയും വിശ്വാസവും പാരമ്പര്യവുമെല്ലാം ഇടകലർത്തി ആഡംബരപൂർവ്വം കൊണ്ടാടുന്ന തിരുനാളുകൾ മത അനുഷ്ഠാനങ്ങളുടെ ഒഴിവാക്കാനാവാത്ത ഒരു ഘടകം തന്നെയാണ്. എന്നാൽ തിരുനാളിൻ്റെ ചൈതന്യം നിലനിർത്താതെയുള്ള ധൂർത്ത്, മത്സരങ്ങൾ, ദുർമാതൃകകൾ തുടങ്ങി മറ്റുള്ളവർക്കിടർച്ചയുണ്ടാകുന്ന കാര്യങ്ങൾ ഒഴിവാക്കി തിരുനാളുകൾ ഭക്തി നിർഭരമായി ആചരിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും കർത്തവ്യമാണ്.